നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കൂറ്റനാട് സെന്ററിൽ കാർ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് അപകടം. കാർ യാത്രക്കാർ പരിക്കുകളേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കൂറ്റനാട് മാനുക്കാസ് ഡിസ്കൗണ്ട് സെന്ററിന് മുൻവശത്ത് കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെയായിരുന്നു അപകടം. കുന്നംകുളം ഭാഗത്തു നിന്നും പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം നഷ്ടമായ കാർ റോഡരികിലെ പെട്ടിക്കടയിൽ ഇടിച്ച് സമീപത്തെ പൊന്തക്കാട്ടിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. കാറിൽ ഉണ്ടായിരുന്ന പെരിന്തൽമണ്ണ സ്വദേശികൾ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. സാധാരണക്കാർക്ക് വീണ്ടും ഇരുട്ടടിയായി രാജ്യത്ത് ഇന്ധനവില വർധന. പെട്രോളിന് ഇന്ന് ₹2.61, ഡീസലിന് ₹2.71 കൂടി. ഇന്നത്തെ വർധന കൂടി വന്നതോടെ തിരുവനന്തപുരത്ത് പെട്രോളിന് ₹115.32, ഡീസലിന് ₹104.41 വില. രണ്ടാഴ്ചക്കിടെ 4 തവണയായി 8 രൂപയാണ് കൂട്ടിയത്. മെയ് 15-ന് പെട്രോളിനും ഡീസലിനും 3 രൂപ വീതം കൂട്ടി. മെയ് 19-ന് 90 പൈസ വീതം വർദ്ധിപ്പിച്ചു. മെയ് 23-ന് പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയുമാണ് കൂട്ടിയത്. ഇന്ന് പെട്രോളിന് ₹2.61, ഡീസലിന് ₹2.71 കൂട്ടി. അതേസമയം സംസ്ഥാനത്തിന്റെ നികുതി കുറച്ചുകൊണ്ട് ജനങ്ങൾക്ക് ആശ്വാസം നൽകുമോ എന്ന ചോദ്യം ബാക്കിയാണ്. കൊപ്പം മുതുതല പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പറക്കാട് വിയറ്റ്നാം പടി റോഡിന്റെ നവീകരണത്തിന്റെ ഭാഗമായുള്ള ആദ്യഘട്ട റബ്ബറൈസിംഗ് തുടങ്ങി 4.5 കോടി രൂപ ചെലവഴിച്ചാണ് റോഡ് നവീകരിക്കുന്നത്. പ്രവൃത്തികൾ മുഹമ്മദ് മൂസിൻ MLA നേതൃത്വത്തിൽ വിലയിരുത്തി. മുതുതല കൊപ്പം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പറക്കാട് വിയറ്റ്നാം പടി റോഡിന്റെ ആദ്യഘട്ട റബ്ബറൈസിംഗ് പ്രവൃത്തികളാണ് ആരംഭിച്ചിരിക്കുന്നത്. നവകേരള സദസ്സിൽ ഉൾപ്പെടുത്തി 4.5 കോടി രൂപ ചെലവഴിച്ചാണ് റോഡ് നവീകരിക്കുന്നത്. കൊപ്പം വളാഞ്ചേരി പാതയിൽ നിന്നും കൊപ്പം പട്ടണത്തിൽ എത്താതെ മുതുതല കൊപ്പം റോഡിലേക്കുള്ള എളുപ്പമാർഗം കൂടിയാണ് ഈ പാത. ഏറെ കാലമായി തകർന്നു കിടക്കുന്ന പാത മുഹമ്മദ് മൂസിൻ MLA ഇടപെടലിനെ തുടർന്നാണ് നവകേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്നത്. 3 മാസങ്ങൾക്ക് മുമ്പാണ് നവീകരണ പ്രവൃത്തികൾ ആരംഭിച്ചത്. റോഡിന്റെ വശങ്ങൾ കോൺക്രീറ്റ് ചെയ്യുന്ന പ്രവൃത്തികളും ഇതിന്റെ ഭാഗമായി നടപ്പാക്കുന്നുണ്ട്. 2ാം ഘട്ട റബ്ബറൈസിംഗ് പ്രവൃത്തികൾ മഴയ്ക്ക് ശേഷമായിരിക്കും നടപ്പാക്കുക എന്നും മുഹമ്മദ് മൂസിൻ MLA പറഞ്ഞു. MLAയുടെ നേതൃത്വത്തിൽ നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്തുകയും ചെയ്തു. വിയറ്റ്നാം പടി പറക്കാട് റോഡ് ബൈപ്പാസ് ആയിട്ട് ചെയ്യുന്നതിന്റെ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നവകേരള ഫണ്ടില് 4.5 കോടി അനുവദിച്ച് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നേരത്തെ തുടങ്ങിയതായിരുന്നു. ഇപ്പോ അതില് BM ചെയ്യുന്ന പ്രവർത്തനമാണ് നടക്കുന്നത്. ഇതിന്റെ 2 സൈഡും കോൺക്രീറ്റ് ചെയ്യുന്നത് കൂടി നടക്കും. അതോടൊപ്പം BC മഴ കഴിഞ്ഞിട്ടാണ് ചെയ്യുക. അപ്പൊ അതിനു മുമ്പ് തന്നെ ആളുകൾക്ക് യാത്രാ സൗകര്യം എന്നുള്ള നിലക്ക് BM ചെയ്യാണ്. വിയറ്റ്നാം പടിയിൽ നിന്ന് കൊപ്പം സെന്ററിലേക്ക് പോകാതെ പറക്കാട്ടേക്ക് എത്താൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട ബൈപ്പാസ് കൂടിയാണിത്. ഇതിന്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ ഫണ്ട് അനുവദിച്ച് ടെൻഡർ ഓപ്പൺ ചെയ്തിട്ടില്ല. ടെൻഡർ ഓപ്പൺ ചെയ്യാൻ പോകുന്ന വർക്കാണ് നമ്മുടെ തൃത്താലക്കൊപ്പം മുതൽ കൊടുമുണ്ടയിൽ ഇപ്പോൾ വർക്ക് നടക്കുന്നുണ്ട്. അതിന്റെ 2ാം ഭാഗം അതുകൂടി നടന്നു കഴിഞ്ഞാൽ ഈ റോഡ് ഒരു വലിയൊരു പ്രധാനപ്പെട്ട ബൈപ്പാസായിട്ട് പട്ടാമ്പിയിലേക്കൊക്കെ പോകാൻ കഴിയുന്ന ഒരു ബൈപ്പാസായിട്ട് മാറും. വലിയ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള വീതി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം വേറെ സ്ഥലം ഏറ്റെടുക്കാനൊന്നും സമയമില്ല എന്നുള്ളത് മാത്രമല്ല, അത് വലിയ സാമ്പത്തിക ചെലവുണ്ട് എന്നുള്ളത് കൊണ്ട് ഉള്ളത് പരമാവധി വീതിയിൽ 2 സൈഡും കോൺക്രീറ്റ് ചെയ്താണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ അതിലെ BC ആണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും ഇത് ജനങ്ങൾക്കേറെ പ്രയോജനം ചെയ്യുന്ന റോഡാണ് എന്നുള്ളതാണ്. തൃത്താല മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി VT ബൽറാമിന്റെ വിജയവും UDF സർക്കാർ അധികാരത്തിലെത്തുകയും ചെയ്തതിന്റെ ഭാഗമായി ചാലിശ്ശേരി UDF കമ്മിറ്റി ആഹ്ലാദ പ്രകടനം നടത്തി. ചാലിശ്ശേരി അങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം മെയിൻ റോഡ് സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗത്തിൽ VT ബൽറാം MLA വിജയിപ്പിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞു. DJ ലൈറ്റും ശിങ്കാരിമേളവും പ്രകടനത്തിന് ആവേശം പകർന്നു. ഫാൻസി വെടിക്കെട്ടും അരങ്ങേറി. DCC സെക്രട്ടറി ബാബു നാസർ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഹുസൈൻ പുളിയഞ്ഞാലിൽ, UDF ചെയർമാൻ സേതു മംഗലത്ത്, കൺവീനർ റസാഖ് പുളിയഞ്ഞാലിൽ, UDF തൃത്താല നിയോജക മണ്ഡലം ചെയർമാൻ TK സുനിൽകുമാർ, മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചാലിശ്ശേരി പെരുമണ്ണൂർ യുവധാര ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച 13ാമത് അഖില കേരള ഫുട്ബോൾ ടൂർണമെന്റിൽ GCC ചാലിശ്ശേരി ജേതാക്കളായി. ഞായറാഴ്ച വൈകിട്ട് നടന്ന ഫൈനൽ മത്സരം ചാലിശ്ശേരി പോലീസ് സബ് ഇൻസ്പെക്ടർ T അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. ഇസ്മായിൽ പെരുമണ്ണൂർ എല്ലാവരും ചേർന്ന്
ഫൈനൽ മത്സരത്തിൽ 1-2 ഗോളുകൾക്ക് സൂര്യ ഉദിനിപ്പറമ്പിനെയാണ് GCC ചാലിശ്ശേരി പരാജയപ്പെടുത്തിയത്. വിന്നേഴ്സ് ടീം GCC ചാലിശ്ശേരിക്ക് പെരുമ്പിലാവ് വിദ്യാ റെസിഡൻസി സ്പോൺസർ ചെയ്ത 20,000 രൂപയുടെ പ്രൈസ് മണിയും പെരുമണ്ണൂർ പ്രവാസി കൂട്ടായ്മ നൽകുന്ന ശിവൻ മെമ്മോറിയൽ വിന്നേഴ്സ് ട്രോഫിയും വിദ്യമണി സമ്മാനിച്ചു. റണ്ണേഴ്സായ സൂര്യ ഉദിനിപ്പറമ്പിന് ചാലിശ്ശേരി സലീം സോമിൽ നൽകുന്ന 10,000 രൂപയുടെ റണ്ണേഴ്സ് പ്രൈസ് മണിയും ബാലേട്ടൻ പെരുമണ്ണൂർ റണ്ണേഴ്സ് ട്രോഫിയും പഞ്ചായത്തംഗം KR ബാലൻ നൽകി. ടൂർണമെന്റിൽ GCCയുടെ ശ്രീരാഗ് അമ്പാടി ബെസ്റ്റ് പ്ലെയറായും ശേഖർ GCC മികച്ച ഫോർവേഡറായും ചാച്ചു GCC എമർജിംഗ് പ്ലെയറായും തെരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച ഗോൾ കീപ്പർ, സ്റ്റോപ്പർ, ബാക്ക് വിഭാഗങ്ങളിലായി ഉദിനിപ്പറമ്പ് ടീമിലെ ഋതു, ജുനൈ എന്നിവർക്ക് വേണുകുറുപ്പത്ത് ട്രോഫികൾ നൽകി. വിശിഷ്ടാതിഥികളായ വിദ്യാമണി, ലത്തീഫ് ഗുരുക്കൾ, പഞ്ചായത്തംഗം KR ബാലൻ എന്നിവരെ ക്ലബ്ബ് ഭാരവാഹികൾ ആദരിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് സവിനയ്, സെക്രട്ടറി വിഷ്ണു, ട്രഷറർ വിനീത്, റാഷിദ്, വിവേക്, നിഖിൽ, റബി എന്നിവർ നേതൃത്വം നൽകി. പട്ടാമ്പി ശങ്കരമംഗലത്ത് പലിശരഹിത വായ്പാ പദ്ധതിയായ ഒരുമയുടെ 13ാം ഘട്ടത്തിന് തുടക്കമായി. 12ാം ഘട്ടത്തിന്റെ സമാപനവും ഇതോടൊപ്പം നടന്നു. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CA MA കാര്യം ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം യൂത്ത് ലീഗ് ശങ്കരമംഗലം ശാഖാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ശിഹാബ് തങ്ങൾ റിലീഫ് സെല്ലുമായി സഹകരിച്ചുകൊണ്ട് ഒരുമ എന്ന പേരിൽ പലിശരഹിത വായ്പാ പദ്ധതി നടപ്പാക്കി വരുന്നത്. പദ്ധതിയുടെ 13ാം ഘട്ടത്തിന്റെ ഉദ്ഘാടനം മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CA MA കാര്യം നിർവഹിച്ചു. സമൂഹത്തിനെ ബാധിക്കുന്ന പലിശ എന്ന വിപത്തിനെതിരെയുള്ള ഉദാത്ത മാതൃകകളാണ് പലിശരഹിത വായ്പാ പദ്ധതികളെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചു. മറ്റുള്ളവർക്ക് ഉപകാരപ്പെടട്ടെ, അത് കൃത്യസമയത്ത് തങ്ങൾക്ക് ആവശ്യപ്പെടുമ്പോൾ തിരിച്ചു കിട്ടുമെന്നുള്ള വിശ്വാസമാണ് ഇതിലേക്ക് നിക്ഷേപിക്കുവാൻ പലരെയും തയ്യാറാകുന്നത്. ഇതിലേക്ക് വാങ്ങുന്നവരും തന്നെ മുൻകാല അനുഭവങ്ങൾ എന്താണെങ്കിലും ഇത് നിലനിൽക്കണമെന്ന് അത് നടത്തുന്നവർക്കും വാങ്ങുന്നവർക്കും നിക്ഷേപിക്കുന്നവർക്കും ആ ഒരു വിശ്വാസത്തോടു കൂടിയുള്ള ആ ഒരു ചിന്ത ഉണ്ടാകുമ്പോഴാണ് ഇതിന് പ്രയാസം കൂടാതെ നമ്മുടെ പ്രധാന മുനിസിപ്പാലിറ്റിയിൽ തന്നെ 6-7 പലിശരഹിത വായ്പാ പദ്ധതി നമ്മുടെ സംഘടനയുടെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാം തന്നെ വളരെ വിജയകരമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത്തരം ഒരു ഘട്ടത്തിൽ ഇതിൻ്റെ 12ാം ഘട്ടത്തെ സമാപനം 13ാം ഘട്ടത്തിലേക്കുള്ള ഉദ്ഘാടനം നിർവഹിക്കുന്ന ഈ ഘട്ടത്തിൽ നിങ്ങളെ സംബോധന ചെയ്യുവാൻ അവസരം നൽകിയതിന് സംഘടനകളോട് എനിക്ക് നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ വിശിഷ്ടമായ അതിഥിയായി ഉപയോഗിക്കുക നമ്മുടെ ഹരിഗോവിന്ദൻ ഗുരുകൾ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പോയി ഉപയോഗിച്ചാണ് അദ്ദേഹത്തെ പരിചയപ്പെട്ടത്. എന്തായാലും അദ്ദേഹം നമ്മുടെ സംഘടനയിലേക്ക് സന്തോഷത്തോടുകൂടി കടന്നു വരികയും ബഹുമാനപ്പെട്ട പാണക്കാട് ചെയ്ത് സാധിക്കുന്ന ശാഖകൾ മെമ്പർഷിപ്പ് കൊടുത്ത് സ്വീകരിക്കുകയും ചെയ്തു. ഇന്ന് അദ്ദേഹം എല്ലാ മേഖലയും അറിഞ്ഞ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ചടങ്ങിൽ പ്രശസ്ത സോപാന സംഗീത കലാകാരനും കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവുമായ ഞെരളത്ത് ഹരിഗോവിന്ദൻ മുഖ്യാതിഥിയായി. ഇത്രയും കാലം സംസ്ഥാനം ഭരിച്ച സർക്കാരുകൾക്ക് പോലും സാധിച്ചിട്ടില്ല എന്നത് വലിയ അത്ഭുതമാണ്. അപ്പൊ ലീഗിന്റെ ഒരു മുഖ്യമന്ത്രി 10 വർഷത്തിനകം എന്തായാലും കേരളത്തിലുണ്ടാവും. ആ സമയത്ത് ഇപ്പോൾ ഒരു സംസ്ഥാന ഗവൺമെന്റിന് തന്നെ പദ്ധതിയായി വരുന്ന കാലമാണ് നമ്മുടെ സ്വപ്നം എന്ന് പങ്കുവയ്ക്കാൻ അഭിമാനപൂർവ്വം പങ്കുവയ്ക്കുകയാണ്. പലിശരഹിതമായ വായ്പകൾ ഒരു മനുഷ്യനോട് ഒരു തരത്തിലും ഒരാൾക്ക് വേണ്ടി ഏതെങ്കിലും സഹായം ചെയ്യുന്നത് എന്തോ വലിയ കാര്യമാണ് എന്ന് നടിക്കാത്ത ഒരു വലിയ ഭാവനയുണ്ട് ഈ പദ്ധതിക്ക് പുറമെ. ഈ നാട്ടിൽ പണമില്ലാത്തതല്ല പ്രശ്നം. നിങ്ങൾ വെറുതെ ഈ ശങ്കരമംഗലത്ത് 1 കിലോമീറ്റർ നടന്നു പോകുമ്പോൾ ഇടത്തും വലത്തുമുള്ള താമസിക്കുന്ന ആളുകളുടെ വീടുകളിൽ മാത്രം എത്ര സമ്പത്താണ് നിഷ്ക്രിയമായി വെച്ചിട്ടുള്ളതെന്ന് പരിശോധിച്ചാൽ അറിയാൻ പറ്റും. 1 കിലോമീറ്റർ പരിധി അങ്ങനെ നിഷ്ക്രിയമായി സമ്പത്ത് വയ്ക്കുക എന്ന് പറയുന്നത് തന്നെ മാനവികതയ്ക്ക് എതിരായിട്ടുള്ള ഒരു സംഗതിയാണ്. മുസ്ലിം ലീഗ് പട്ടാമ്പി നഗരസഭാ പ്രസിഡന്റ് KT കുഞ്ഞുമുഹമ്മദ്, പട്ടാമ്പി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അസ്ന അനീഫ, കൗൺസിലർമാരായ C സംഗീത, സാദിഖ്, മുനിവിറ, ഷെഫീഖ് പരുവക്കടവ്, രമേശൻ കാങ്കലത്ത്, ഇൻമാസ് ബാബു, NT മുഹമ്മദ് കുട്ടി, KT മാനു, MK അബ്ദുറഹ്മാൻ, KMA ജലീൽ, UK അക്ബർ,
തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. മുളയൻകാവ് ഭഗവതി ക്ഷേത്രാങ്കണത്തിൽ അവധിക്കാല വാദ്യോപാസനയുടെ കൊട്ടിക്കലാശം ആവേശഭരിതമായി. 60-ൽ പരം കുട്ടികളുടെ പാണ്ടിമേള അരങ്ങേറ്റം മേളപ്രേമികൾക്ക് മുളയൻകാവിൽ ഉത്സവ കാഴ്ച ഒരുക്കി. മുളയൻകാവ് മാധവാദ്യ വിദ്യാലയത്തിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന അവധിക്കാല വാദ്യോപാസനയുടെ കൊട്ടിക്കലാശമായാണ് മുളയൻകാവ് ക്ഷേത്രാങ്കണത്തിൽ വാദ്യതാള നാദലയം അരങ്ങേറിയത്. 60-ൽ പരം കുട്ടികളെ അണിനിരത്തി മുളയൻകാവ് അഭിജിത്തിന്റെ പ്രമാണത്തിൽ അരങ്ങേറിയ പഞ്ചാരിമേളം മേളപ്രേമികൾക്ക് ഉത്സവ വിരുന്നുകൂടിയായി. 120ഓളം പേരാണ് പഞ്ചാരിമേളത്തിൽ അണിനിരുന്നത്. ക്ഷേത്രം മേൽശാന്തി ജാലമന ഗിരീശംഭ്രാന്തി ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. ക്ഷേത്ര എക്സിക്യൂട്ടീവ് ഓഫീസർ രത്മേഷ്, ട്രസ്റ്റി ബോർഡ് മെമ്പർ സി രാജൻ, കുൽക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം രാജശ്രീ, എൻ ഗോപകുമാർ, തോട്ടിങ്ങൽ മുരളി, അഭയം കൃഷ്ണൻ, ഞായത്ത് ബാലൻ, മുളയൻകാവ് അരവിന്ദാശൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. 9 പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള 60ഓളം പേരാണ് ഇത്തവണ പഞ്ചാരിമേളത്തിൽ അരങ്ങേറ്റം കുറിച്ചത്. പൂർവ്വ വിദ്യാർത്ഥിയും ഇപ്പോൾ ഖത്തറിൽ പോലീസ് സേനയിൽ ഡ്രമ്മറായി മ്യൂസിക് ബാൻഡിൽ ജോലി ചെയ്യുന്ന നവനീത് മലപ്പുറം തന്റെ ചെണ്ട അഭിരാം പുറമത്രയ്ക്ക് സമ്മാനിക്കുകയും ചെയ്തു. ഇതോടെ നിളയൊരു വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.